ഹലോ, കേൾക്കുന്നുണ്ടോ? അലീഫ, ഹലോ. അലീഫ, കേൾക്കാവോ? അലീഫ, കേൾക്കുന്നുണ്ടോ? അലീഫ, കേൾക്കുന്നുണ്ടോ? Yes, yes. നമ്മൾ ലാസ്റ്റ് ടൈം വാലിഡ് ഇൻവാലിഡ് ഐഡന്റിഫയേഴ്സ് അല്ലേ പറഞ്ഞോണ്ടിരുന്നത്? അലീഫ, കേൾക്കാവോ? ഹലോ, അലീഫ, കേൾക്കുന്നുണ്ടോ? Hello, Miss. ഓക്കെ, കേൾക്കാവോ? Yes, yes. നമ്മൾ ലാസ്റ്റ് വേരിയബിൾസ് അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? Yes, വേരിയബിൾ yes. ഡിക്ലറേഷൻസ്, മൾട്ടിപ്പിൾ അസൈൻമെന്റ്സ്, ഇതൊക്കെയായിരുന്നു നമ്മൾ ജസ്റ്റ് പറഞ്ഞത്. നെക്സ്റ്റ് നമുക്ക് ന്യൂമറിക് ലിറ്ററൽസ് ആണ് കേട്ടോ നോക്കാനുള്ളത്. ന്യൂമറിക് ലിറ്ററൽസ്. ഈ ന്യൂമറിക് ലിറ്ററൽസ് എന്താണ്? റെപ്രസെന്റ് നമ്പേഴ്സ് ആൻഡ് ക്യാൻ ഐദർ ഇൻഡിജേഴ്സ് ഓർ ഫ്ലോട്ടിംഗ് പോയിന്റ്. ഇതാണ് ന്യൂമറിക് ലിറ്ററൽസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഒന്നെങ്കിൽ ഇത് ഇൻഡിജേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് ആയിരിക്കും ന്യൂമറിക് ലിറ്ററൽസ് റെപ്രസെന്റ് ചെയ്തുകൊണ്ട് നമ്മൾ പറയും. അപ്പൊ എക്സിന്റെ വാല്യൂ 10 ദാറ്റ്സ് എ പോസിറ്റീവ് ഇൻഡിജർ, വൈയുടെ വാല്യൂ -5 ദാറ്റ്സ് നെഗറ്റീവ് ഇൻഡിജർ. എക്സിന്റെ വാല്യൂ 10 ആവാം, അല്ലെങ്കിൽ വൈയുടെ വാല്യൂ -5 ആവാം. അപ്പൊ ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽസ് എന്ന് പറയുന്നത് എന്താ? ദാറ്റ് ഇസ് നമ്പേഴ്സ് വിത്ത് ഡെസിമൽ പോയിന്റ്. നമ്പേഴ്സ് വിത്ത് ഡെസിമൽ പോയിന്റ് വരുന്നതാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് എന്ന് പറയാം. ഇപ്പൊ പൈ നമ്മൾ കൊടുക്കാറുണ്ട് 3.14, അതിന്റെ ടെമ്പറേച്ചർ -7.5 ഇങ്ങനെ കൊടുക്കാറുണ്ട്. ഇത് ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽസ് എന്നാണ് പറയുക. കോംപ്ലക്സ് ലിറ്ററൽസ് ഉണ്ട്. കോംപ്ലക്സ് ലിറ്ററൽസ് എന്ന് പറയുന്നത് എന്താ? നമ്പേഴ്സ് വിത്ത് റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് രണ്ടും വരുന്നത്. അതായത് നമ്മൾ റിയൽ പാർട്ടും ഉണ്ടാവും, ഇമാജിനറി പാർട്ടും ഉണ്ടാവും. 2+3j എന്ന് കൊടുക്കുമ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന അങ്ങനെയാണല്ലോ. ഇപ്പൊ കോംപ്ലക്സ് നമ്പേഴ്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ അതൊരു കോംപ്ലക്സ് ലിറ്ററൽസ് ആയിട്ടാണ് നമ്മളത് പറയുക. ഇനി സെക്കൻഡ് ഉള്ളത് സ്ട്രിംഗ് ലിറ്ററൽസ് ആണ്. സ്ട്രിംഗ് ലിറ്ററൽസിനെ നമ്മൾ പല രീതിയിൽ പറയും. അതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കേസ് എന്ന് പറയുന്നത് എന്താണ് സ്ട്രിംഗ് ലിറ്ററൽസ്?
ഇറ്റ് റെപ്രസെന്റ് സീക്വൻസസ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നമ്മൾ ഒരു സ്ട്രിങ്ങിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഡബിൾ കോഡ്സ് അല്ലെങ്കിൽ സിംഗിൾ കോഡ്സ് കൊടുക്കും അല്ലെ? ഡബിൾ കോഡ്സോ അല്ലെങ്കിൽ എന്താണ് സിംഗിൾ കോഡ്സോ കൊടുക്കും. ഇറ്റ് ക്യാൻ ബി സിംഗിൾ കോഡ്സ്, ഡബിൾ കോഡ്സ് അല്ലെങ്കിൽ ട്രിപ്പിൾ കോഡ്സ് ആണ്. അപ്പൊ ഇവിടെ സിംഗിൾ കോഡഡ് സ്ട്രിംഗ് ആണെങ്കിൽ നമുക്കറിയാം, എക്സാമ്പിൾ ഗ്രീറ്റിംഗ് ഹലോ വേൾഡ് കൊടുക്കും. ഇപ്പൊ ഈ ഹലോ വേൾഡ് എന്ന് കൊടുത്തേക്കുക. അപ്പൊ ഒരു ഗ്രീറ്റിംഗ് ആയിട്ട് നമ്മൾ ഗ്രീറ്റിംഗ് ഈക്വൽ ടു ഹലോ വേൾഡ് ഇനി കൊടുക്കും. ഡബിൾ കോഡ്സിൽ ഇതേ സാധനം തന്നെ നമുക്ക് മെസ്സേജ് ഈക്വൽ ടു പൈത്തൺ ഈസ് ഫൺ അങ്ങനെ കൊടുക്കാം. ട്രിപ്പിൾ കോഡ്സിനായിട്ടാണെങ്കിലോ ട്രിപ്പിൾ കോഡ്സിലും നമുക്ക് കൊടുക്കാം. ഈ ട്രിപ്പിൾ കോഡ്സ് കൊടുക്കുമ്പോൾ നമുക്കിപ്പോ ഇങ്ങനെ ലൈൻ വൈസ് ഇപ്പൊ നമുക്ക് കൊടുക്കാം. ട്രിപ്പിൾ കോഡ്സ് ദിസ് ഈസ് എ സ്ട്രിംഗ് അങ്ങനെ, എന്നിട്ട് താഴെ ദാറ്റ് ഇസ് സ്പാൻസ് മൾട്ടിപ്പിൾ ലൈൻസ് അങ്ങനെ കൊടുത്താൽ ഇത് രണ്ട് ലൈൻസിലായിട്ട് നമുക്ക് പ്രിന്റ് ചെയ്ത് വരും. ഇനി ട്രിപ്പിൾ കോഡ്സിൽ നമ്മൾ ലോങ് സ്ട്രിങ്ങിനെ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ട്രിപ്പിൾ കോഡ്സുകൾ സാധാരണ യൂസ് ചെയ്യുന്നത്. അപ്പൊ സിംഗിൾ കോഡ്സ് ഉണ്ട്, ഡബിൾ കോഡ്സ് ഉണ്ട്, ട്രിപ്പിൾ കോഡ്സുകളും നമുക്ക് ഇതിനകത്ത് മെയിൻലി യൂസ് ചെയ്യാം. ഇനി ബൂലിയൻ ലിറ്ററൽസ് ആണ്. ബൂലിയൻ ലിറ്ററൽസ് എന്ന് പറയുന്നത് ട്രൂത്ത് വാല്യൂവിനെ റെപ്രസെന്റ് ചെയ്യാം. ട്രൂ ഒന്നെങ്കിൽ ഫോൾസ്, ഇത് രണ്ട് വാല്യൂസ് ആയിരിക്കും. ഈസ് ആക്റ്റീവ് ആണ് ട്രൂ, ഈസ് ഡൺ ആണ് ഫോൾസ്. ഇതാണ് ഇതിന്റെ കാണിക്കുന്ന രണ്ട് എക്സാമ്പിൾ. അപ്പം ഈ ആക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വേരിയബിൾ ആണ്. എ ഈക്വൽ ടു ട്രൂ എന്ന് നമ്മൾ കൊടുക്കുക. അപ്പൊ എ ട്രൂ എന്നുള്ള മീനിങ് ആണ് അവിടെ കൊടുക്കുക. ബി ഈക്വൽ ടു ഫാൾസ് എന്നാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അത് ബി ഫാൾസ് എന്നുള്ള കേസസ് ആയിരിക്കും നമുക്കത് കിട്ടുക. അടുത്തത് സ്പെഷ്യൽ ലിറ്ററൽസ് ആണ്. സ്പെഷ്യൽ ലിറ്ററൽസ് എന്ന് പറയുന്നത് എന്താണ്? കോൾഡ് നണ് വിച്ച് റെപ്രസെന്റ് ആബ്സെൻസ് ഓഫ് വാല്യൂ ഓർ എ നൺ വാല്യൂ. ഓക്കെ, ഇപ്പൊ ഇവിടെ സ്പെഷ്യൽ ലിറ്ററൽസിൽ നമുക്ക് പൈത്തൺ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒന്ന് നണ്ണ് ഒരു ലിറ്ററൽ ആണ്. റിസൾട്ട് ഈക്വൽ ടു നണ്ണ് നമ്മൾ കൊടുക്കാം. ഇത് റെപ്രസെന്റ് ചെയ്യുന്ന ആബ്സെൻസ് ഓഫ് വാല്യൂ അല്ലെങ്കിൽ നൾ വാല്യൂവിനെയാണ് കാണിക്കുന്നത് കേട്ടോ, നണ്ണെന്ന് കൊടുത്ത്. ഇനി കളക്ഷൻ ലിറ്ററൽസ് എന്ന് പറയും. കളക്ഷൻ ലിറ്ററൽസ് എന്ന് പറയുന്നത് ഇതില് റെപ്രസെന്റ് കളക്ഷൻ ഓഫ് വാല്യൂസ് അല്ലെങ്കിൽ എങ്ങനെയാണ് കാണിക്കുക. ഇപ്പൊ ലിസ്റ്റ് ലിറ്ററൽ, ലിസ്റ്റ് നമുക്ക് കൊടുക്കാമല്ലോ പൈത്തണില്. ലിസ്റ്റ് നമ്മൾ എങ്ങനെയാണ് കൊടുക്കുക? സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ടാണ് നമ്മൾ കൊടുക്കുക. ഇപ്പൊ എ ഈക്വൽ ടു ഇങ്ങനെ 5, 6, 7, 8, 9 ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ അത് നമ്മൾ എന്താണ് ഇതൊരു സ്ക്വയർ ബ്രാക്കറ്റിൽ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇതിനെ നമ്മൾ ലിസ്റ്റ് ലിറ്ററൽസ് എന്നാണ് പറയാം. ലിസ്റ്റ് എപ്പോഴും പൈത്തണിൽ നമ്മൾ കൊടുക്കുന്ന സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ടായിരിക്കും. നമ്പർ ഓഫ് വാല്യൂസിനെ ഇങ്ങനെ നമുക്ക് കോമായിട്ട് സ്റ്റോർ ചെയ്യാം. ടപ്പിൾ ലിറ്ററൽസ് ഉണ്ട്. ടപ്പിൾ ലിറ്ററൽസ് എന്ന് പറഞ്ഞാൽ ഓർഡേർഡ് ഇമ്മ്യൂട്ടബിൾ കളക്ഷൻ ഓഫ് എൻക്ലോസ്ഡ് പാരന്താസിസ് എന്നാണ്. അതായത് ഇതിനകത്ത് ഓർഡേർഡ് ഇമ്മ്യൂട്ടബിൾ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിൾ കൊടുക്കും. അതിനകത്തേക്ക് നമ്മളിങ്ങനെ ഫംഗ്ഷൻ ബ്രാക്കറ്റിൽ 3,4 ഇങ്ങനെ കൊടുക്കും. ഇതിനെയാണ് നമ്മൾ ടപ്പിൾ ലിറ്ററൽസ് എന്ന് വിളിക്കുക. ഡിക്ഷണറി ലിറ്ററൽസ് എന്ന് പറയുന്ന അൺഓർഡേർഡ് കളക്ഷൻ ഓഫ് കീ വാല്യൂ പെയർ ഓഫ് എൻക്ലോസ്ഡ് കേർലി ബ്രേസസിനെയാണ് നമ്മൾ ഡിക്ഷണറി ലിറ്ററൽസ് എന്ന് വിളിക്കാം. ഡിക്ഷണറി എപ്പോഴും നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ഈ പാരന്താസിസ് ബ്രാക്കറ്റ് വെച്ചിട്ടായിരിക്കും. പിന്നെ ഈ ഡിക്ഷണറി കൊടുക്കാൻ വേണ്ടി എപ്പോഴും നമുക്ക് ഈ നെയിം ലിസ്റ്റ് കണ്ടോ കൊടുത്തിരിക്കുന്നത്, ഈ നെയിമിനെ നമ്മൾ വിളിക്കുന്ന പേര് കീ എന്നാണ്. ഒരു കീ ഉണ്ടാവും, ഒരു വാല്യൂ ഉണ്ടാവും. ഡിക്ഷണറി എപ്പോഴും കീ വിത്ത് വാല്യൂ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പൊ കീ നമ്മൾ കൊടുക്കാൻ നേരം സ്ട്രിംഗ് ആണെങ്കിൽ ഡബിൾ കോഡ്സ് കൊടുക്കും, എന്നിട്ട് ഒരു ഫുൾ കോളം കൊടുക്കും ഇങ്ങനെ, എന്നിട്ട് ആലീസ് ഇങ്ങനെ കൊടുക്കും, ആലീസ് ഇങ്ങനെ കൊടുക്കും ഡബിൾ കോഡ്സിൽ. അപ്പൊ അതൊരു വാല്യൂ ആയിട്ട് കൊടുക്കണം. ഓക്കെ, വാല്യൂ ആയിട്ട് നമുക്ക് കൊടുക്കാം, അത്രേ ഉള്ളൂ. അപ്പൊ നെയിം ആലീസ്, എന്നിട്ട് ഏജ് 20. ഓക്കെ, സെറ്റ് ലിറ്ററൽസ് അൺഓർഡേർഡ് കളക്ഷൻ ഓഫ് യൂണീക് എലിമെന്റ്സ് എൻക്ലോസ്ഡ് ഇൻ കേർലി ബ്രാക്കറ്റ്, അതാണ് സെറ്റ് ലിറ്ററൽസ് എന്ന് പറയുന്നത്. അൺക്ലോസ്ഡ് അല്ലെങ്കിൽ അൺഓർഡേർഡ് കളക്ഷൻ ഓഫ് യുണീക്ക് എലമെന്റ്സ് ആണ്. യുണീക്ക് എലമെന്റ്സുകളുടെ അൺഓർഡേർഡ് കളക്ഷൻ, ഓർഡേർഡ് കളക്ഷൻ അല്ല, അൺഓർഡേർഡ് കളക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് 1, 2, 3 ഇങ്ങനെ നമ്മൾ കൊടുക്കുകയല്ലേ. യുണീക്ക് നമ്പേഴ്സ് എന്നിട്ട് സെറ്റ് കൊടുത്തിട്ട് 1, 2, 3 ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അത് യുണീക്ക് എലമെന്റ്സുകളുടെ ഒരു കളക്ഷൻ ആയിട്ട് നമുക്ക് പറയാം. ഇതിനകത്ത് റിപ്പീറ്റഡ് എലമെന്റ്സോ അങ്ങനെയുള്ള എലമെന്റ്സുകളോ ഒന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിനെ സെറ്റ് ലിറ്ററൽസ് എന്നാണ് പറയുക. ഓക്കെ, അപ്പൊ ഇതാണ് കളക്ഷൻ ലിറ്ററൽസ്. ലിസ്റ്റ്, ടപ്പിള്, ഡിക്ഷണറി, സെറ്റ്, ഇത്രയാണ് നമുക്ക് അതിനകത്ത് വരുന്ന 4 കേസസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി എങ്ങനെയാ കമന്റ്സ് കൊടുക്കുന്നത്? എങ്ങനെയാ പൈത്തണില് എങ്ങനെയാ നമ്മൾ കമന്റ്സ് കൊടുക്കുക? പൈത്തണിൽ നമ്മൾ കമന്റ്സ് കൊടുക്കാൻ വേണ്ടി നമ്മൾ സിംഗിൾ ലൈൻ കമന്റ്സുകളുണ്ട്, അല്ലെങ്കിൽ മൾട്ടി ലൈൻ കമന്റ്സുകളുണ്ട്. സിംഗിൾ ലൈൻ കമന്റ്സുകൾ എപ്പോഴും നമ്മൾ ഹാഷ് യൂസ് ചെയ്തിട്ടാണ് കൊടുക്കുക. എന്താ സിംഗിൾ ലൈൻ കമന്റ്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു പ്രോഗ്രാം എഴുതി, ആ പ്രോഗ്രാമിൽ നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റിന് ജസ്റ്റ് ഇൻപുട്ട് ചെയ്യണം, പക്ഷെ അത് കോഡായിട്ട് ആക്സസ് ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മൾ വേറെ ഇപ്പൊ ഹാഷ് കൊടുക്കാതെ ചുമ്മാ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുത്താൽ ആ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി അവിടെ ബുദ്ധിമുട്ടായിരിക്കും. അത് സിസ്റ്റത്തിന് കോഡാണോ അല്ലയോ എന്നൊന്നും അറിയത്തില്ല. അപ്പൊ അതിന് പകരം നമ്മൾ മുൻപേ ഒരു ഹാഷ് സിമ്പിൾ ഇട്ടിട്ട് x = 10
അങ്ങനെ അസൈൻ ചെയ്യും. ഇപ്പൊ എക്സ് ഇക്വൽ ടു 10 ഇതെന്താണെന്ന് നമ്മൾ അസൈൻ ചെയ്തേക്കണേ 10 ആണ് എക്സിന് കൊടുത്തിരിക്കുന്ന വാല്യൂ എന്നാണ് നമ്മൾ അസൈൻ ചെയ്തേക്കുന്നത്. ദിസ് അസൈൻ 10 ടു എക്സ് എന്നുള്ളതാണ്. ഇപ്പൊ എക്സ് ഇക്വൽ ടു 10 കൊടുത്ത് വാല്യൂ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. മൾട്ടി ലൈൻ കമന്റ്സ് എന്ന് പറയുന്ന അടുത്ത് ഇതാണ്. മൾട്ടി ലൈൻ കമന്റ്സ് എങ്ങനെ കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പൊ നമ്മൾ ഒരു സെറ്റ് ഓഫ് കോഡ് കൊടുത്തു. ആ കോഡ് എന്താണെന്ന് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. അതിനു വേണ്ടി നമ്മൾ ട്രിപ്പിൾ കോഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സിംഗിൾ ട്രിപ്പിൾ കോഡ്സുകളോ അല്ലെങ്കിൽ ഡബിൾ ട്രിപ്പിൾ കോഡ്സുകളോ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഇതിനകത്ത് നമ്മൾ എന്താണ് ഇപ്പൊ ഇത് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഇത് നമ്മൾ പ്രോഗ്രാമിൽ എവിടെ വേണേലും നമുക്ക് കൊടുക്കാം. അത് ആ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഔട്ട്പുട്ട് എടുക്കുന്ന സമയത്ത് നമുക്കത് വരത്തൂല. എന്നാൽ പ്രോഗ്രാമിനെ നമുക്ക് ഐഡന്റിഫിക്കേഷൻ ചെയ്ത് കൊടുക്കാനും പറ്റും. ഇങ്ങനെയുള്ളതാണ് മൾട്ടി ലൈൻ കമന്റ്സ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് പാർട്ടിൽ നമുക്ക് വരുന്നതാണ് എന്താണ് ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത്. ഈ ക്യാരക്ടർ സെറ്റ് നമ്മൾ സാധാരണ പഠിക്കുന്നത് തന്നെയാണ്. കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ ക്യാരക്ടർ സെറ്റ് എന്ന് പറയുക. അതായത് പൈത്തണിൽ നമ്മൾ ഒരുപാട് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ആ ക്യാരക്ടേഴ്സിന്റെ എല്ലാത്തിന്റെയും സെറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യാരക്ടർ സെറ്റ്. ഇപ്പൊ നമ്മൾ ആൽഫബറ്റുകൾ ഉപയോഗിക്കും. അതിൽ ക്യാപിറ്റൽ എ തൊട്ട് ഇസഡ് വരെ ഉപയോഗിക്കും, സ്മോൾ എ ടു ഇസഡ് ഉപയോഗിക്കും. ഇതെല്ലാം ഇതിന്റെ ക്യാരക്ടർ സെറ്റ് ആയിട്ട് കൂട്ടും. അതുപോലെ ഓൾ ഡിജിറ്റുകൾ 0 തൊട്ട് 9 വരെയുള്ള ഡിജിറ്റുകൾ നമ്മൾ ഉപയോഗിക്കും. ഇതെല്ലാം ക്യാരക്ടർ സെറ്റ് ആണ്. പിന്നെ സ്പെഷ്യൽ സിംബൽസുകൾ ഉപയോഗിക്കും. ഡബിൾ കോഡ്സ്, സിംഗിൾ കോഡ്സ്, ട്രിപ്പിൾ കോഡ്സ്, @ ഹാഷ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉപയോഗിക്കുക. അതെല്ലാം സ്പെഷ്യൽ സിംബൽസുകളാണ്. വൈറ്റ് സ്പേസസ് ഉപയോഗിക്കും. വൈറ്റ് സ്പേസസ് എന്ന് പറയുന്നത് ടാബ് സ്പേസ്, ബ്ലാങ്ക് സ്പേസ്, ന്യൂ ലൈന്, ക്യാരേജ് റിട്ടേൺ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ സ്പേസസ് കൊടുക്കാൻ വേണ്ടി മെയിൻലി നമ്മൾ ടാബ് സ്പേസും വൈറ്റ് സ്പേസ് ആണ്, ന്യൂ ലൈനും ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതൊക്കെ വൈറ്റ് സ്പേസസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി അതുപോലെ നമ്മൾ പറയുന്ന ഒരു സാധനമാണ് നമ്മുടെ ടോക്കൺസുകൾ. പൈത്തൺ ടോക്കൺ എന്ന് നമ്മൾ പറയും. ടോക്കൺസ് എന്ന് പറയുന്നത് സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് പ്രോഗ്രാമിനെയാണ് നമ്മൾ ടോക്കൺസ് എന്ന് വിളിക്കുക. എന്താണ് സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് പ്രോഗ്രാം? ഇതിനൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ ഉണ്ടായിരിക്കും. അത് ബിൽഡ് ചെയ്തിരിക്കുന്നത് ഒരു സ്പെസിഫൈഡ് ബ്ലോക്ക് കൊണ്ടായിരിക്കും. അതിന് സിന്റാക്സ് ഉണ്ടാവും. അത് ഡിഫറെന്റ് ടൈപ്പ് ഉണ്ട്. ഇതിലേക്ക് തന്നെ കീവേഡുകൾ ഏതൊക്കെയാ? ഇഫ്, എൽസ്, ഫോർ, വൈൽ, ആൻഡ്, ഓർ, ട്രൂ, ഫോൾസ് ഇതൊക്കെ കീവേഡുകളാണ്. ഇത് കീവേഡ്സ് എന്ന് പറയും. ഐഡന്റിഫയേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാ? ABC, AB123, AB120 ഇങ്ങനെ കൊടുത്തിരിക്കുന്നതാണ്. ഇതൊക്കെ നമ്മൾ ഐഡന്റിഫയേഴ്സ്, അതായത് നമ്മൾ വേരിയബിൾസ് എന്ന് പറയും. വേരിയബിൾസ് എന്തിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് അറിയാമല്ലോ, വാല്യൂവിനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയാണ്. അതാണ് ഐഡന്റിഫയർ. ലിറ്ററൽസ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ സ്ട്രിങ്, ന്യൂമറിക്കൽ, ബൂലിയന്, നണ്ണ് അതൊക്കെ വരുന്നതാണ് ലിറ്ററൽസ്. ഓപ്പറേറ്റേഴ്സിന് എക്സാമ്പിൾ ആണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റർ, റിലേഷൻഷിപ്പ് ഓപ്പറേറ്റർ, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ. ഇതൊക്കെ ഓപ്പറേറ്റേഴ്സിന് എക്സാമ്പിൾ ആണ്. പങ്ക്ച്വേഷൻ മാർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ആ കൊടുത്തില്ലേ സെറ്റ്, ലിസ്റ്റ്, ടപ്പിള് അതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് പങ്ക്ച്വേഷൻസ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ്, കേളി ബ്രാക്കറ്റുകൾ, ഓപ്പൺ ക്ലോസിംഗ് ബ്രാക്കറ്റുകൾ, കമന്റ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ച ഹാഷ്, @ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് പങ്ക്ച്വേഷൻസ്. നമുക്ക് ഇതിൽ ഓരോന്നും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കീവേഡ്സ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? ഇതിന് നമ്മൾ റിസർവ്ഡ് വേർഡ്സ് എന്നാണ് പറയാം. ഒരു പൈത്തൺ ബിൽഡ് ചെയ്യുന്ന സമയത്ത് റിസർവ്ഡ് ആയിട്ടുള്ള കുറെ വേർഡുകൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ അതിനകത്ത് നമ്മൾ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി നമുക്കൊരു സ്പെസിഫൈഡ് കീകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിസർവ്ഡ് വേർഡ് എന്ന് പറയും. ഇവയ്ക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഇതുണ്ടാവും. ഒരു എന്താ പറയാ, മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു മീനിങ് ഉണ്ടാവും. ഇപ്പൊ നമ്മള് പൈത്തണിൽ ഡിഫ് എന്ന് പറഞ്ഞ കീവേഡ് കൊടുത്തു ിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ അതിന് മീനിങ്, ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ആയി എന്നുള്ള മീനിങ് ഉണ്ട് അവിടെ. അപ്പൊ അങ്ങനെ നമ്മൾ കൊടുക്കുന്നതാണ് കീവേഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇഫ് ഒരു കീവേഡ് ആണ്, എൽസ് ഒരു കീവേഡ് ആണ്, ഫോർ ലൂപ്പ് ഒരു കീവേഡ് ആണ്, ഡിഫ് ഒരു കീവേഡ് ആണ്, ഇമ്പോർട്ട് ഒരു കീവേഡ് ആണ്, റിട്ടേൺ ഉണ്ട്, അങ്ങനെ ബ്രേക്ക് ഉണ്ട്, അങ്ങനെ പറഞ്ഞ എല്ലാം ക്ലാസ്സുകളുണ്ട്. ഇതൊക്കെ കീവേഡുകളാണ്. അടുത്ത ഐഡന്റിഫയേഴ്സ് ആണ്. ഐഡന്റിഫയേഴ്സ് എന്ന് പറയുന്നത് ദാറ്റ് ആർ ദ നെയിം ഗിവൺ ടു എൻറ്റിറ്റീസ് ലൈക്ക് വേരിയബിൾ, ഫങ്ഷൻസ്, ക്ലാസസ് ആൻഡ് മോളിക്യൂൾസുകൾ. അപ്പൊ ഐഡന്റിഫയേഴ്സിനെ നമ്മൾ എന്ത് വിളിക്കും? നെയിംസ് എന്ന് വിളിക്കും. അപ്പൊ ഇവയ്ക്ക് ഇപ്പൊ നമ്മൾ ഒരു വേരിയബിൾ കൊടുക്കുക, ഫങ്ഷൻസ് കൊടുക്കുക, ക്ലാസസ് കൊടുക്കുക, മൊഡ്യൂൾസ് കൊടുക്കുക. ഇതിലൊക്കെ ഐഡന്റിഫയേഴ്സ് എന്ന് പറയുന്നത് അതിനെയൊക്കെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളെയാണ്. ഇപ്പൊ നമ്മൾ ലെറ്ററുകളോ ഡിജിറ്റുകളോ അണ്ടർസ്കോറുകളോ ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നോർമലി ഉപയോഗിക്കാം. ഇപ്പൊ നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അപ്പൊ വേരിയബിൾ 1 എന്നാണല്ലോ നമ്മൾ കൊടുക്കുന്നത്. വേരിയബിൾ 1 = 10 ഇങ്ങനെ നമ്മൾ ഡിക്ലെയർ ചെയ്ത് വെച്ചു. അപ്പൊ ഇവിടെ വേരിയബിളിനെ നമുക്ക് ഒരു പെർട്ടിക്കുലർ നെയിമിൽ നമുക്ക് ഇങ്ങനെ ഡിക്ലെയർ ചെയ്ത് വെക്കാം. ഡിജിറ്റ്സ് ആൻഡ് അണ്ടർസ്കോർ ഇതൊക്കെ നമുക്ക് അതിനകത്ത് നോർമലി യൂസ് ചെയ്യാം. ഇനി ലിറ്ററൽസ് എന്ന് പറയുന്നത് എന്താ? ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ലിറ്ററൽസ്. ഓൾറെഡി നമ്മൾ
കുറച്ച് മുമ്പ് നമ്മൾ ഓൾറെഡി ലിറ്ററൽസിന്റെ കേസസ് പറഞ്ഞു. ഇനി നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ള ഒരു സാധനം പൈത്തൺ ഓപ്പറേറ്റേഴ്സ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പൈത്തൺ ഓപ്പറേറ്റേഴ്സ്. ഓപ്പറേറ്റേഴ്സ് എന്താണ്? സ്പെഷ്യൽ സിംബൽസുകളെയാണ് നമ്മൾ ഓപ്പറേറ്റേഴ്സ് നോക്കുക. എന്താ ഇവിടെ പ്രത്യേകത എന്ന് പറയുന്നത്? that perform operations on variable and values. They can be categorized into എത്ര ഇതായിട്ട് തിരിച്ചിട്ടുണ്ട്? പൈത്തൺ ഓപ്പറേറ്റേഴ്സ്, അരിത്തമാറ്റിക്, അസൈൻമെന്റ്, ബിറ്റ്വൈസ്, ഐഡന്റിറ്റി ഓപ്പറേറ്റേഴ്സ്. ഇതിൽ തന്നെ കമ്പാരിസൺ ഓപ്പറേറ്റർ ഉണ്ട്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ പൈത്തൺ ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാ? അരിത്തമെറ്റിക് ഓപ്പറേറ്റർ, കമ്പാരിസൺ ഓപ്പറേറ്റർ, അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, ബിറ്റ്വൈസ് ഓപ്പറേറ്റേഴ്സ്, മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ്, ഐഡന്റിറ്റി ഓപ്പറേറ്റേഴ്സ്. ഇതൊക്കെയാണ് ടൈപ്പ് ഓഫ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ ഈ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. ഈ ഓപ്പറേറ്റേഴ്സിനെ നമ്മൾ ബേസിക് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിൽ യൂസ് ചെയ്യുന്നു. ഏതൊക്കെയാണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റർ? അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഡിവിഷൻ, മോഡുലസ്, എക്സ്പൊണൻഷ്യേഷൻ. ഇതൊക്കെ ഇതിനകത്ത് പെടുന്നതാണ്. അഡീഷൻ നമുക്കറിയാലോ, പ്ലസ് ഓപ്പറേറ്റർ വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇറ്റ് റിട്ടേൺ സം ഓഫ് ദ വേരിയബിൾസ് അല്ലെ വാല്യൂ. സബ്ട്രാക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറൻസസ് കണ്ടുപിടിക്കാനാണ്. മൾട്ടിപ്ലിക്കേഷൻ നമുക്കറിയാം പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ. ഡിവിഷൻ നമുക്കറിയാം കോഷ്യന്റ് കണ്ടുപിടിക്കാൻ. ഫ്ലോ ഡിവിഷൻസ് എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് ഇന്റിജർ വാല്യൂവിനെ നമുക്ക് എടുക്കാൻ. മോഡുലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റിമൈൻഡർ എടുക്കാൻ. എക്സ്പൊണൻഷ്യേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പവർ എടുക്കാൻ. ഇത്രയാണ് നമ്മൾ കണ്ടത്. ഓക്കെ, ഇനി ഇതിനകത്ത് നമുക്ക് ഒരു എക്സാമ്പിൾ പ്രോബ്ലം നമുക്ക് തന്നിട്ടുണ്ട്. ഇത് നമ്മുടെ പൈത്തൺ ഷെല്ലാണ്. എക്സ് നമ്മൾ ഡിഫൈൻ ചെയ്തു 3, വൈ നമ്മൾ കൊടുത്തു 2. അപ്പൊ എസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. ഒന്ന് ആൻസർ പറഞ്ഞാൽ ഇപ്പൊ പറയാവോ? ഈ പ്രിന്റ് ഓഫ് എസ്, ഇതിനകത്ത് എന്തായിരിക്കും പ്രിന്റ് ഓഫ് എസ്? ഇതിന്റെ ഔട്ട്പുട്ട് ഒന്ന് ജസ്റ്റ് പറയാവോ? പ്രിന്റ് ഓഫ് എസ് എന്തായിരിക്കും? എന്തിന്റെ ഔട്ട്പുട്ട് ആണ്? x equal to 3, y equal to 1. x equal to എന്തിന്റെ ഔട്ട്പുട്ട് ആണ് മീൻസ്? പ്രിന്റ് ഓഫ് എസ്, പ്രിന്റ് ഓഫ് ഡി, പ്രിന്റ് ഓഫ് എം, പ്രിന്റ് ഓഫ് ക്യൂ, പ്രിന്റ് ഓഫ് എഫ്. ഇത് കൊണ്ടുത്തിരിക്കുന്നുണ്ടോ? കാണാവോ? മിസ് ഷെയർ ചെയ്തിട്ടില്ല. ഞാൻ അല്ലാതെ നോട്ട് എടുത്തിട്ടുണ്ട്. ഷെയർ ചെയ്തായിരുന്നല്ലോടാ. സ്റ്റക്ക് ആയിരിക്കുമോ? സോറി കേട്ടോ. ഒരു വിൻഡോ ഷെയർ ചെയ്ത് അവിടെ സ്റ്റക്ക് ചെയ്ത് നിൽക്കുമായിരുന്നു. ഒന്നോടെ കൊടുത്താലാണ് ആവത്തുള്ളൂ. ഇപ്പൊ കാണത്തില്ലേ? ഓക്കെ, പറഞ്ഞോളൂ. പ്രിന്റ് ഓഫ് എസ് 5 ആയിരിക്കും. 3 + 2. ഓക്കെ, പിന്നെ ഡി 1. ഓക്കെ, പ്രിന്റ് ഓഫ് എം 6. ക്യൂ 1.5. എക്സാക്ട് വാല്യൂ വരുമോ? 1.5 എന്ന് വരില്ലേ? ഡിവിഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ വാല്യൂ കൊടുത്താ സ്ലോട്ട് കൊടുത്താൽ വരില്ലേ? വരും. ഇനി നെക്സ്റ്റ് എഫ്, ഫ്ലോ ഡിവിഷൻ. മോഡുലസ് 1 ആണോ? മോഡുലസ് അതും 1 അല്ലേ? ഇനി എക്സ് പവർ 9. ക്ലിയർ ആയില്ലേ? ഇനി ഇതായിരിക്കും റിസൾട്ട് എന്ന് പറയുന്നത് കേട്ടോ. ഇനി കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്. കമ്പാരിസൺ ഓപ്പറേറ്റർ എന്നാ നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഡബിൾ ഈക്വൽ ടു നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഡബിൾ ഈക്വൽ എന്താണ് ശരിക്കും ഇതിന്റെ ഉപയോഗം എന്ന് പറയുന്നത്? ഡബിൾ ഈക്വലിന്റെ ഉപയോഗം എന്നാ? കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി അല്ലെ? അതായത് 4 = 5 ആണോ? അപ്പൊ 4 ഡബിൾ ഈക്വൽ ടു 5 എന്ന് നമ്മൾ കൊടുക്കും. ഒരു ഈക്വൽ ടു സൈൻ ഇടുവാണെങ്കിൽ നമുക്കറിയാം അത് അസൈനിങ് ആണ്. A = 10 കൊടുത്താൽ നമുക്ക് അസൈൻമെന്റ് ആണ്, അല്ലെ? അസൈൻ ചെയ്യുന്നതാണ്. ഓക്കെ, A = 10 എന്ന് പറയുന്നത് എന്താണ്? അസൈൻ ചെയ്യാണ്. ഓക്കെ, ഇതില് A = 10 ആണ്. A = 10 ആണോ എന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ അറിയാം അത് 4 = 5 ആണെങ്കിൽ നോ ട്രൂ ആയിരിക്കും അല്ലെ? 4 = 4 ആണെങ്കിൽ അത് ട്രൂ ആയിരിക്കും. 4 = 5 ആണെങ്കിൽ അത് ഫോൾസ് ആയിരിക്കും.
നോട്ട് ഈക്വൽ ടു എന്ന് പറയുന്നത് എന്താ? 4 നോട്ട് ഈക്വൽ ടു 5 ആണെങ്കിൽ അത് ട്രൂ ആയിരിക്കും. ഓക്കെ, ഗ്രേറ്റർ ദാൻ എന്ന് പറയുമ്പോൾ 4 ഗ്രേറ്റർ ദാൻ 5 ആണെങ്കിൽ നോട്ട് ട്രൂ ആണ്. കണ്ടല്ലോ. ലെസ് ദാൻ 2 ആണെങ്കിൽ 4 ലെസ് ദാൻ 5 ഇത് കണ്ടല്ലോ. ലെസ് ദാൻ 5 ആണെങ്കിൽ എന്താണ്? ട്രൂ ആയിരിക്കും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എല്ലാത്തിനും ആൻസർ ഉണ്ട്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ഈസ് നോട്ട് ട്രൂ ആയിരിക്കും. പിന്നെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ആണെങ്കിൽ നോട്ട് ട്രൂ ആയിരിക്കും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നാൽ 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണെങ്കിൽ ഇസ് ട്രൂ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇത് നമുക്ക് നോർമലി ദ പൈത്തൺ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ഇതിൽ a ഈക്വൽ ടു 4 b ഈക്വൽ ടു 5 ഇങ്ങനെയല്ലേ? പ്രിന്റ് a ഈക്വൽ ടു b ആണോ, അതുപോലെ a ഈക്വൽ ടു b ആണോ നോക്കുന്നത്. അപ്പൊ ഇത് ഈക്വൽ ആണെങ്കിൽ ഇവിടെ എന്ത് വരും? നമുക്ക് ട്രൂ എന്ന് വരും, അല്ലെങ്കിൽ നോട്ട് ട്രൂ എന്ന് വരും. ഓക്കെ, അല്ലെങ്കിൽ ഫോൾസ് ആണ്. ഓക്കെ, ഇനി ഇവിടെ പ്രിന്റ് a നോട്ട് ഈക്വൽ ടു b അല്ലേ ശരിക്കും? അതുകൊണ്ട് തന്നെ a നോട്ട് ഈക്വൽ ടു b അപ്പൊ ട്രൂ തന്നെയാണ്. പിന്നെ a ഗ്രേറ്റർ ദാൻ b ആണോ എന്ന് നോക്കും. a ഗ്രേറ്റർ ദാൻ b ആണോ? ബിനേക്കാളും ഗ്രേറ്റർ ആണോ? അല്ല, ഫോൾസ് ആയിരിക്കും, നോട്ട് ട്രൂ എന്ന് വരും. പിന്നെ ലെസ് ദാൻ a ലെസ് ദാൻ b ആണോ? a ലെസ് ദാൻ b ആണ്, അപ്പൊ അത് ട്രൂ ആയിരിക്കും. അടുത്തത് a ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു b ആണോ? അല്ല. ലെസ് ദാൻ ഓർ ഈക്വൽ ടു a ലെസ് ദാൻ ഓർ ഈക്വൽ ടു b ട്രൂ. അത്രേ ഉള്ളൂ. ഫോൾസ് ട്രൂ അത്രേ. പൈത്തൺ അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് ആണ് കേട്ടോ. Python assignment operators. Python assignment operators are used to assign values to variables in Python. Okay. The single equal symbol is most fundamental assignment operator. Okay. Normally it assigns the value on the operator's right side to the variable on the operator's left side. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കേസാണ്. അതായത് അസൈൻമെന്റ് ഓപ്പറേറ്റർ ഈക്വൽ ടു ആണ്. a ഈക്വൽ ടു 10 എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അസൈൻമെന്റ് ഓപ്പറേറ്റർ നമ്മളിപ്പോ പറഞ്ഞാണ്. a പ്ലസ് ഈക്വൽ ടു എന്താ? പ്ലസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ സെയിം ആസ് ടു ദാറ്റ് ഓഫ് a ഈക്വൽ ടു a പ്ലസ് 5 എന്നാണ് അല്ലെ? സബ്ട്രാക്ഷൻ കൊടുക്കുവാണെങ്കിൽ മൈനസ് ഈക്വൽ ടു a മൈനസ് a ഈക്വൽ ടു, അതായത് a മൈനസ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ a ഈക്വൽ ടു a മൈനസ് 5 എന്നാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അടുത്തത് സ്റ്റാർ ഈക്വൽ ടു മൾട്ടിപ്ലിക്കേഷൻ അസൈൻമെന്റ് a സ്റ്റാർ ഈക്വൽ ടു 5 ഇങ്ങനെയല്ലേ? ഈക്വൽ ടു 5, അതായത് a ഈക്വൽ ടു a ഇൻറ്റു 5 എന്നാണ്. a ഈക്വൽ ടു a ഇൻറ്റു 5. ഓക്കെ. ഇനി അടുത്ത് സ്ലാഷ് ഈക്വൽ ടു ഡിവിഷൻ അസൈൻമെന്റ് ആണ്. a സ്ലാഷ് ഈക്വൽ ടു 5 ഇതാണ്. ഓക്കെ. മോഡുലസ് ഈക്വൽ ടു റിമൈൻഡർ അസൈൻമെന്റ് ആണ്. a മോഡുലർ ഈക്വൽ ടു 5 ഇത് കണ്ടോ? a മോഡുലർ ഈക്വൽ ടു 5 ആണ്. ഡബിൾ സ്റ്റാർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എക്സ്പോണന്റ് അസൈൻമെന്റ് ആണ്. എക്സ്പോണന്റ് അസൈൻമെന്റിൽ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്? a ഡബിൾ സ്റ്റാർ ഈക്വൽ ടു 2 എന്ന് കൊടുക്കും അല്ലെ? അപ്പൊ അത് ഇതിനെ ഈക്വൽ ടു ഡബിൾ സ്റ്റാർ 2 എന്നാണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്തത് ഫ്ലോർ ഡിവിഷൻ അറിയാലോ? ഫ്ലോർ ഡിവിഷനിൽ അസൈൻമെന്റ് a ഡബിൾ സ്റ്റാർ സ്ലാഷ് ഈക്വൽ ടു 3 ഇതാണ്. ഓക്കെ. a ഈക്വൽ ടു a സ്ലാഷ് 3 ആണ്. ഓക്കെ. പൈത്തൺ അസൈൻമെന്റ് ഓപ്പറേറ്റർ ഇതിൽ നമുക്ക് ഇതിന്റെ ഇപ്പൊ നമ്മൾ പഠിച്ച സെയിം കേസ് തന്നെയാണ്. നമ്മൾ അസൈൻ ചെയ്യുമ്പോൾ എപ്പോഴും a 10 ആണെങ്കിൽ a പ്ലസ് ഈക്വൽ ടു 5 അങ്ങനെ അസൈൻ ചെയ്യാവുള്ളൂ. a ഈക്വൽ ടു a പ്ലസ് 5 അങ്ങനെ കൊടുക്കരുത്. ഒന്നോടെ കുറച്ചുകൂടെ സിംപ്ലിസിറ്റി ആക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ പഠിക്കുന്നത്. a മൈനസ് ഈക്വൽ ടു 5 അല്ലെങ്കിൽ നമ്മൾ a സ്റ്റാർ ഈക്വൽ ടു 5 അങ്ങനെ കൊടുക്കാൻ പാടില്ല. ഓക്കെ. ക്ലിയർ ആയല്ലോ? ഇതൊക്കെ അറിയാവുന്നതല്ലേ? a മോഡുലോ 3 അറിയാലോ? പ്രിന്റ് a മോഡുലോ 3 ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ എന്താണ്? a ഈക്വൽ ടു a മോഡുലോ 3 എന്നാണ് കേട്ടോ. a ഈക്വൽ ടു a മോഡുലോ 3 എന്നാണ്. എക്സ്പോണന്റ് ആണെങ്കിൽ a ഡബിൾ സ്റ്റാർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ a ഡബിൾ സ്റ്റാർ ഈക്വൽ ടു 2 എന്നുള്ളതാണ്. ഓക്കെ. അതിൽ a ഡബിൾ സ്റ്റാർ 2 എന്ന് തന്നെയാണ് അതിന്റെ മീനിങ് എന്ന് പറഞ്ഞത്. ഫ്ലോർ ഡിവിഷൻ അതേപോലെ തന്നെ വലിയ ഇതൊന്നുമില്ല. അതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നമ്മൾ എഴുതുന്നതാണ് സംഭവം.
പിന്നെ പൈത്തൺ അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് നമ്മൾ സാധാരണ പൈത്തൺ എഡിറ്റർ ഉണ്ടല്ലോ, അതിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പൊ ഏത് വാല്യൂസിനെയും നമുക്ക് നോർമലി ഇതുകൊണ്ട് a is equal to 10 എന്ന് നമുക്ക് പറയാം. അതുപോലെ then goes into the steps of addition, subtraction, multiplication, division, remainder, exponentiation, floor division, updating a as necessary or updating results എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഔട്ട്പുട്ട് ഇതിലെങ്ങനെ ഇതിന്റെ ഒരു ഔട്ട്പുട്ട് ഇപ്പൊ നമ്മൾ a പ്ലസ് ഈക്വൽ ടു 5, a ഈക്വൽ ടു a+5 എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത് കേട്ടോ. a മൈനസ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ ഇതെന്താ മെയിൻ ചെയ്യുന്നത്, a മൈനസ് ഈക്വൽ ടു 5, ഈക്വൽ ടു a-5 എന്നുള്ള കേസാണ്. a ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ a സ്റ്റാർ ഈക്വൽ ടു 5 എന്നാണ്. അപ്പൊ a ഈക്വൽ ടു a സ്റ്റാർ 5 അല്ലെ. ഇനി a മോഡുലോ 3 അങ്ങനെ എല്ലാം നമ്മളിപ്പോ ഈ സെയിം കേസ് തന്നെ, അതെല്ലാം അരിത്തമെറ്റിക് ഓപ്പറേഷൻസിന്റെ ആ ഒരു കേസ് മാത്രമാണ് നമ്മൾ അതിനകത്ത് പറയുന്നത്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്താ, ഇത് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് അല്ലെ. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് പറഞ്ഞാൽ ലോജിക്കൽ ആൻഡ് ഓർ നോട്ട്, ഈ 3 ഓപ്പറേറ്റേഴ്സ് ആണ് നമ്മൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് പറയുക. ഓക്കെ, ഈ ആൻഡ് ഓപ്പറേഷൻസിൽ എപ്പോഴും ഓർക്കേണ്ടത്, നമ്മൾ ഇത് പൈത്തണിൽ ഇങ്ങനെ യൂസ് ചെയ്യാറുണ്ട് ആൻഡ് ഓപ്പറേറ്റർ. ട്രൂ ഇഫ് ബോത്ത് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ, രണ്ട് സ്റ്റേറ്റ്മെന്റുകളും ട്രൂ ആണെങ്കിൽ അതിൽ നമ്മൾ ട്രൂ എന്ന് എടുക്കും. ഓക്കെ, ബോത്ത് സ്റ്റേറ്റ്മെന്റുകളും ട്രൂ ആണെങ്കിൽ എന്തെന്നെടുക്കും, ട്രൂ എന്ന് എടുക്കും. ഓർ ട്രൂ ഇഫ് ഓർ ആണെങ്കിലോ, ട്രൂ ഇഫ് അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് എങ്കിലും ട്രൂ ആണെങ്കിൽ എന്തെടുക്കും, നമ്മൾ ട്രൂ എന്ന് എടുക്കും. നോട്ട് എന്ന് പറഞ്ഞാൽ ട്രൂ ആണെങ്കിൽ ഫോൾസ് എന്ന് എടുക്കും, ഫോൾസ് ആണെങ്കിൽ ട്രൂ എന്ന് എടുക്കും. ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ ലോജിക്കല്. ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് എന്തിനു വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മള് ഇൻഡിജേഴ്സ് അല്ലെങ്കിൽ ബൈനറി ഇൻഡിജേഴ്സ് അങ്ങനെയുള്ള സാധനങ്ങളിലെല്ലാം അതിന്റെയൊക്കെ ബിറ്റ് വൈസ് വാല്യൂസ് ആണ് നമ്മൾ സാധാരണ കാൽക്കുലേഷൻസിൽ അല്ലെ ഓപ്പറേഷൻസിൽ നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, ദേ വർക്ക് വിത്ത് ഇൻഡിജർ ബൈനറി റെപ്രസെന്റേഷൻ, അതുപോലെ പെർഫോമിംഗ് ലോജിക്കൽ ഓപ്പറേഷൻസുകൾ പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ഇൻഡിജർ ബൈനറി റെപ്രസെന്റേഷൻസ് ഒക്കെ നമ്മൾ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയൊക്കെയാണ് ഇതിന്റെ യൂസേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇതില് പൈത്തണില് നമ്മൾ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുന്ന ഏതൊക്കെയാ, ആൻഡ് നമ്മൾ ആംപർസാൻഡിന്റെ ചിഹ്നം ഉപയോഗിക്കും, ഓർ ആണെങ്കിൽ നമ്മൾ ഇത് ഉപയോഗിക്കും, ദെൻ നോട്ട് ആണെങ്കിൽ നമ്മൾ ബ്രാക്കറ്റ് ഉപയോഗിക്കും, എക്സോറിനെ ആണെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ എക്സോറിന് കൊടുത്ത് ബ്രാക്കറ്റ് ഉപയോഗിക്കും. ഇതിൽ രണ്ടെണ്ണം ഉണ്ട്, ലെഫ്റ്റ് ഷിഫ്റ്റും ഉണ്ട് റൈറ്റ് ഷിഫ്റ്റും ഉണ്ട്. ലെഫ്റ്റ് ഷിഫ്റ്റിന് വേണ്ടി നമ്മൾ ഇത് ഉപയോഗിക്കും, റൈറ്റ് ഷിഫ്റ്റിന് വേണ്ടി നമ്മൾ ഇത് എന്താണ് ഗ്രേറ്റർ ദാന്റെ സിംബൽസ് ഉപയോഗിക്കും. ഇതാണ് ഇതിന്റെ ഒരു കേസ് എന്ന് പറയുന്നത്. ഇനി ഈ ആൻഡ് ഓപ്പറേറ്ററിനെ നമ്മൾ ബൈനറി ആൻഡ് എന്നാണ് പറയാ കേട്ടോ. ഏതാണ്, ബൈനറി ആൻഡ് എന്നാണ്. ഓക്കെ, ബൈനറി ആൻഡ് എന്നാണ് പറയാ. അപ്പൊ ബൈനറി ആൻഡ് എന്ന് പറയുന്നത് ഓക്കെ ബൈനറി ആൻഡ് ആണ്. അപ്പൊ ബൈനറി ആൻഡിൽ സെറ്റ് ഈച്ച് ബിറ്റ് ടു 1 ഇഫ് ബോത്ത് ബിറ്റ്സ് ആർ 1, ബോത്ത് ബിറ്റ്സ് ആർ 1 ആണ്. ഓക്കെ, ദെൻ ബൈനറി ഓർ ഓപ്പറേറ്റർ സെറ്റ് ഈച്ച് ബിറ്റ് ടു 1 ഇഫ് വൺ ഓഫ് ദ 2 ബിറ്റ്സ് ഈസ് 1. കണ്ടല്ലോ. ഓക്കെ, പിന്നെ ബൈനറി ഇതിന് എന്തോടാ, ഓക്കെ, അതായത് ബൈനറി ആൻഡ് ഓർ നോട്ട്, ഇതാണ് നമ്മുടെ 3 കേസസ് എന്ന് പറയുന്നത് കേട്ടോ. ആൻഡ് ഓർ നോട്ട്, ഈ ബൈനറി ആൻഡും ഓറും നോട്ടും ഉണ്ട്, ബൈനറി ആൻഡ് ഓർ നോട്ട്. ഓക്കെ, ഇതില് ബൈനറി ആൻഡ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ സെറ്റ് ഈച്ച് ബിറ്റ് ടു 1, അതായത് ഓരോ ബിറ്റ് വാല്യൂസിനും കൊടുക്കുന്നത് 1 ആണ്. ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ 1 0 1 1 എന്നുള്ളത് ഇപ്പൊ ഞാനൊരു വാല്യൂ ഡിക്ലെയർ ചെയ്തു x ഈക്വൽ ടു 5. ഈ 5ന്റെ ബൈനറി വാല്യൂ 1 0 1 1 എന്നാണെന്ന് വിചാരിക്കുക. ഓക്കെ, അടുത്ത വാല്യൂ ഞാൻ ഡിക്ലെയർ ചെയ്തു y ഈക്വൽ ടു 4. ഈ y-യുടെ 4ന്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സാക്ട് ബൈനറി വാല്യൂ എന്ന് പറയുന്നത് 0 0 1 1 എന്നാന്ന് വിചാരിച്ചോ. ക്ലിയർ ആയല്ലോ. ഇനി ഇതിന്റെ ആൻഡ് ഓപ്പറേറ്റർ നമ്മൾ എടുത്താൽ ഇതിന്റെ ആൻഡ് എടുക്കും. ക്ലിയർ ആണല്ലോ, ആൻഡ് എടുക്കുക എന്ന് വെച്ചാൽ 1 1 1 ആയിരിക്കും, 1 1 1 ആയിരിക്കും, ബാക്കിയെല്ലാം 0 ആയിരിക്കും. കണ്ടല്ലോ, ഇതാണ് ആൻഡ്. ഓക്കെ, ഓരോ ബിറ്റ് വാല്യൂ 1 വെച്ചിട്ടായിരിക്കും നമ്മൾ ഇതിനെ എടുക്കുന്നത്. കണ്ടല്ലോ. ഇനി ബൈനറി ഓർ ഓപ്പറേറ്റർ ആണെങ്കിലോ ഇതിന്റെ ഓർ എടുക്കും. 1 1 വന്നാലും 1 1 1 വന്നാലും 1 0 0 വന്നാൽ 0 തന്നെ, 1 വന്ന് 1ഉം 0ഉം വന്നാൽ 1 ആണ്. 1 0 1 1 എന്നായിരിക്കും അതിന്റെ ഓർ. എക്സോർ വരുമ്പോഴത്തേക്കും ഈ only one of the 2 bits is 1 ആയിരിക്കും. 1 വന്നാൽ 1 തന്നെ, 1 1 0 1 തന്നെ. ഇങ്ങനെ ഈ ബൈനറി ഓപ്പറേഷൻസ് വെച്ചിട്ട് നമ്മൾ പറയുന്ന സാധനമാണ് ഏതെന്ന് പറയുന്നത് ഇത്. അപ്പൊ ഈ ബൈനറി, അതുകൊണ്ട് തന്നെയാണ് അതിനെ ബൈനറി ആൻഡ് ബൈനറി ഓർ ബൈനറി എക്സോർ എന്നൊക്കെ പറയുന്നത് കേട്ടോ.
ഓരോ വാല്യൂവിനെ നമ്മൾ കൊടുക്കുന്ന സ്പെസിഫിക് വാല്യൂവിനെ ബൈനറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതിനെ ഓപ്പറേറ്റ് ചെയ്തിട്ടാണ് അതിന്റെ എക്സാക്ട് വാല്യൂ നമുക്ക് തരുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ Yes, miss. അലിഫ. ഇതില് ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇൻവേർട്ട് ഓൾ ദ ബൈനറി വൺസ് കോംപ്ലിമെന്റ് ആണ്. നമ്മൾ ഈ മാത്സിലൊക്കെ ചെയ്യുന്ന പോലെ വൺസ് കോംപ്ലിമെന്റ് ഉണ്ട്, ടൂസ് കോംപ്ലിമെന്റ് ഉണ്ട്, ത്രീ കോംപ്ലിമെന്റ് അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ. അപ്പൊ ബൈനറി വൺസ് കോംപ്ലിമെന്റ് ആണ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഇൻവേർട്ട് ഓൾ ദ ബിറ്റ് കേട്ടോ, ഇൻവേർട്ട് ഓൾ ദ ബിറ്റ്. ഇതില് ഒരു സിമ്പിൾ എക്സാമ്പിള് നമ്മൾ ബൈനറി ആൻഡ് ഓർ നോട്ടും പറയുന്ന പോലെ തന്നെ അടുത്ത ലെഫ്റ്റ് ഷിഫ്റ്റും റൈറ്റ് ഷിഫ്റ്റും ഉണ്ട്. ലെഫ്റ്റ് ഷിഫ്റ്റിന്റെ റൈറ്റ് ഷിഫ്റ്റിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ബൈ പുഷിംഗ് സീറോസ് ഇൻ ഫ്രം ദ റൈറ്റ് ആൻഡ് ലെറ്റ് ദ ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ്സ് ഫോൾ ഓഫ് എന്നാണ് പറഞ്ഞത്. അതായത് ലെഫ്റ്റ് ഷിഫ്റ്റ് രണ്ട് ഷിഫ്റ്റിംഗ് പൊസിഷൻസ് നമ്മൾ ലെഫ്റ്റ് ഷിഫ്റ്റിലേക്ക് ചെയ്യും. റൈറ്റ് ഷിഫ്റ്റ് ആണ് ഷിഫ്റ്റ് റൈറ്റ് by pushing copies of the leftmost bit. The leftmost bit of വാല്യൂവിനെ നമ്മൾ റൈറ്റിലേക്ക് രണ്ട് പൊസിഷൻസ് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് അതിന്റെ ഒരു ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അത് നമ്മളെ എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഇത് കണ്ടോ, നമുക്ക് തന്നിരിക്കുന്നു അലീഫ. Yes, miss. ഓക്കെ, A equal to 60 കണ്ടല്ലോ, B equal to 13. ബൈനറി ആൻഡ് എടുക്കുമ്പോൾ എങ്ങനെ വരും? A ആൻഡ് B ആണ് എടുക്കുന്നത്, A ആൻഡ് B. അപ്പൊ ഇവിടെ നോക്കിക്കേ, 60യുടെ വാല്യൂ ബൈനറി വാല്യൂ എത്രയാ? ഇതാണ് 0011. ഇപ്പൊ ഞാൻ തൊട്ട് മുമ്പ് ചെയ്ത് കാണിച്ചു പോലെ. അപ്പൊ 13ന്റെ വാല്യൂ ഇതാണ്. ഇതിന്റെ ആൻഡ് ഓപ്പറേഷൻ എടുക്കും. അപ്പൊ 1ഉം 0യും 0, 0യും 0യും 0, 1 വരുന്ന എല്ലാം 1 മാത്രമാവും, ബാക്കി എല്ലാം 0. അപ്പൊ ഇതിന്റെ എക്സാക്ട് വാല്യൂ എന്ന് പറയുന്നത് 12 ആയിരിക്കും. പക്ഷെ നമുക്ക് ഔട്ട്പുട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുവാണ്, C equal to A and B എന്ന് നമ്മൾ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 12 ആയിരിക്കും. 12 എന്ന് പറഞ്ഞാൽ അതിന്റെ എക്സാക്ട് ബൈനറി വാല്യൂ ഇതാണ്. മനസ്സിലായല്ലോ അല്ലെ? ഓക്കെ, ഇനി അടുത്തത് ഓറ്. ഇപ്പൊ നമ്മൾ ചെയ്ത പോലെ തന്നെ ഓർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ 61 ആയിരിക്കും അതിന്റെ എക്സാക്ട് നമുക്ക് കിട്ടുന്ന ആൻസർ. എങ്ങനെ ഇതെടുക്കുന്നത്? 1ഉം 0, ഒരു 1 എങ്കിലും വന്നാൽ 1 തന്നെ ആയിരിക്കും. അതായത് 1ഉം 0യും വന്നാൽ 1, 0യും 0യും വന്നാൽ എന്തോ 61 ഈ വാല്യൂ ഇല്ലേ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ 60 ആൻഡ് ഓർ 13 ഇതിവിടെ ഇങ്ങനെയാണ് ചെയ്യുക. 60 ഓർ 13 ഇതാണ് നമ്മൾ കൊടുക്കുന്നത്. മനസ്സിലായോ? അതായത് ഇത് A ആണ്, ഇത് B ആണ്. അപ്പൊ എക്കും ബിക്കും നമ്മളൊരു വാല്യൂ കൊടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അതിന്റെ ബൈനറി വാല്യൂ സിസ്റ്റം ആണ് എടുക്കുന്നത്, നമ്മളല്ല. മനസ്സിലായോ? ബൈനറി ഈ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ബൈനറി വാല്യൂ സിസ്റ്റം ആണ് കൺവേർട്ട് ചെയ്യുന്നത്. നമുക്ക് മെഷീൻ ലാംഗ്വേജ് അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നേരെ സിസ്റ്റം കൺവേർട്ട് ചെയ്യും. അങ്ങനെ എയുടെ വാല്യൂന്റെ ഇത് കണ്ടോ, എയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 60, ഇതാണ് എയുടെ വാല്യൂ. ഇത് കണ്ടോ, ബൈനറി വാല്യൂ എന്ന് പറഞ്ഞാൽ 00111100, ഇതാണ് വാല്യൂ. ക്ലിയർ ആയല്ലോ? അടുത്തത് 13 ആണ്. 13ല് നമുക്കറിയാം 13 എന്ന് പറയുന്ന 00001101, ഇതാണ് ബിയുടെ വാല്യൂ. കണ്ടല്ലോ? ഇതിന് നമ്മൾ ഓർ ഓപ്പറേറ്റർ നോക്കുവാണ്. ഓർ ഓപ്പറേറ്റർ നോക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഇതിന്റെ രണ്ട് വാല്യൂവിനെ വെച്ചിട്ടാണ് ഓർ ഓപ്പറേറ്റർ എടുക്കുന്നത്. മനസ്സിലായോ? അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഈ വാല്യൂ കിട്ടും. ഓർ ഓപ്പറേറ്റർ എടുക്കുമ്പോൾ നമുക്ക് ഇപ്പൊ ഈ വാല്യൂ കിട്ടും. ഈ വാല്യൂവിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിജിറ്റ് എത്രയാ? 61 ആണ് ഇതിന്റെ കറസ്പോണ്ടിങ് ഡിജിറ്റ്. അതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. മനസ്സിലായല്ലോ? പ്രിന്റ് A ഓർ B പ്രിന്റ് ചെയ്യിക്കുമ്പോൾ നമുക്ക് ഈ 61 ആയിരിക്കും കിട്ടുക. ക്ലിയർ ആയോ? പിന്നെ XOR ആണ്. XOR ഓപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ C equal to A XOR B എന്നാണ്. ഈ XOR B എന്ന് പറയുമ്പോഴും ഇതേ തന്നെ 60യുടെയും 13ന്റെയും വാല്യൂ എടുക്കും. എന്നിട്ട് അതിനെ XOR ഓപ്പറേറ്റർ വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യും. XOR ഓപ്പറേറ്ററിൽ 0 1ഉം 1 ആണ്, 0യും 0യും 0 ആണ്, 1 1 വന്നാലും 0 ആണ്, 1 1 വന്നാൽ 0 ആണ്. അപ്പൊ ഇത് അതിനനുസരിച്ചുള്ള കൺവേർട്ട് ചെയ്തിട്ടുള്ള ഒരു വാല്യൂ നമുക്ക് ഇങ്ങനെ തരും. ഓക്കെ, അപ്പൊ ഇതിന്റെ കറസ്പോണ്ടിങ് ഓപ്പറേറ്റർ എടുക്കും അല്ലെങ്കിൽ വാല്യൂ എടുക്കും. അങ്ങനെ 49 കിട്ടും. അങ്ങനെ C equal to A
എക്സ് ഓർ ബി ഈ ഒരു വാല്യൂ എടുക്കും. അങ്ങനെ നമുക്ക് ഈ വാല്യൂ 49 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. ഓക്കെ, ഇതാണ് അതിന്റെ എക്സ് ഓർ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് കോംപ്ലിമെന്റ് ആണ്. വൺസ് കോംപ്ലിമെന്റ്, ടു കോംപ്ലിമെന്റ് അങ്ങനെയുള്ളൂ. അപ്പൊ വൺ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ടു കോംപ്ലിമെന്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇതും ശരിക്കും ബൈനറിനെ ഡിപ്പെൻഡ് ചെയ്ത് വന്നിരിക്കുന്ന വാല്യൂ ആണ്. അതില് സി ഈക്വൽ ടു, അതായത് സി എന്ന് പറയുന്നത് എന്താണ്, കോംപ്ലിമെന്റ് എ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ എക്ക് വാല്യൂ നമ്മളിപ്പോ മുമ്പേ കൊടുത്തിട്ടുണ്ട്. അതിൽ ആ എയുടെ കോംപ്ലിമെന്റ് എടുക്കും. അപ്പൊ അതിന് നെഗറ്റീവ് വാല്യൂ എടുക്കും, അത്രേ ഉള്ളൂ. നെഗറ്റീവ് വാല്യൂ എടുക്കും. അപ്പൊ നെഗറ്റീവ് വാല്യൂ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് -61 = 11000011. അതായത് മുമ്പേ നമ്മൾ കൊടുത്തിരിക്കുന്ന വാല്യൂ ഇതായിരുന്നു, 00111100 ഇതായിരുന്നു. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് എടുക്കും. അതായത് 0 ആണ് 1, 0 ആണ് 1, 1 ആണ് 0, 1 ആണ് 0 അങ്ങനെ. അതെടുത്തിട്ടുള്ള എക്സാക്ട് വാല്യൂ ആയിരിക്കും നമുക്ക് ഇവിടെ പ്രിന്റ് ചെയ്ത് കിട്ടുക. അങ്ങനെ സിക്കകത്ത് നമുക്ക് -61 എന്നായിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. ലെഫ്റ്റ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ സി ഈക്വൽ ടു എ ലെസ് ദാൻ 2 ആണ് നോക്കും. അപ്പോൾ സി ഈക്വൽ ടു എ ലെസ് ദാൻ 2 ആണ് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഇത് ബൈനറി ലെഫ്റ്റ് ഷിഫ്റ്റ് ആണ്. അതായത് ലെഫ്റ്റിലേക്ക് രണ്ട് കോംപ്ലിമെന്റ് അല്ലെങ്കിൽ രണ്ട് വാല്യൂസുകൾ ഷിഫ്റ്റ് ലെഫ്റ്റ് കൊടുക്കാനാണ്. അപ്പൊ നമ്മൾ ഇവിടെ നമുക്കറിയാലോ നമ്മുടെ ഒറിജിനൽ വാല്യൂ എന്ന് പറയുന്നത് 1000111100. അപ്പോൾ ലെഫ്റ്റിന്ന് രണ്ട് വാല്യൂസ് ഷിഫ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ 00 ലെഫ്റ്റിലേക്ക്, അതായത് ഇപ്പൊ ലെഫ്റ്റ് ഷിഫ്റ്റും റൈറ്റ് ഷിഫ്റ്റും ആണ്. അപ്പൊ നോർമലി ലെഫ്റ്റ് ഷിഫ്റ്റില് ഇപ്പൊ പോവുകയാണെങ്കിൽ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് രണ്ട് വാല്യൂസ് എടുത്ത് റൈറ്റിലേക്ക് പോകും. അപ്പൊ ഇത് റൈറ്റിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന വാല്യൂ ഈ വണ്ണുകൾ ഇപ്പുറത്തേക്ക് പോകും. അല്ലെ സോറി, ഇതാണ് കേട്ടോ എക്സാക്ട് വാല്യൂ. ഇതിനകത്ത് ഈ 00 രണ്ട് വാല്യൂ ആണ്. ആ 00 റൈറ്റ് സൈഡിലേക്ക് പോകും. അങ്ങനെ 11110000 എന്ന് ക്ലിയർ ചെയ്തല്ലോ. അടുത്തത് റൈറ്റ് ഷിഫ്റ്റ് ആണ്. ഇതിനെ തന്നെ നമ്മൾ റൈറ്റ് ഷിഫ്റ്റ് കൊടുക്കുക. റൈറ്റ് ഷിഫ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഒറിജിനൽ നിൽക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് 0000111100. ഇതാണ് നമുക്ക് നിൽക്കുന്ന വാല്യൂ. റൈറ്റ് ഷിഫ്റ്റ് കൊടുക്കുമ്പോൾ നമുക്കറിയാലോ ഈ വാല്യൂ ഇങ്ങോട്ട് പോകും. അപ്പോൾ ഇതിൽ നമുക്ക് ഇവിടെ 00001111 ഇത് ഇവിടുന്ന് ഇല്ല. അപ്പൊ അങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. അതാണ് ഇത്. അപ്പൊ ലെഫ്റ്റ് ഷിഫ്റ്റും റൈറ്റ് ഷിഫ്റ്റും രണ്ട് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇവിടെ പറയാം. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ. ദ ബൈനറി റെപ്രസെന്റേഷൻ ഓഫ് ദ നമ്പേഴ്സ് എ ആൻഡ് ബി are subjected to bitwise operations in this code to display the result of binary and or XOR ഇതൊക്കെ. Ones complement left shift and right shift operations. ഇതില് എ ആൻഡ് ബി ഇതിപ്പം ബൈനറി ഓപ്പറേഷൻസിൽ ഇപ്പൊ നമ്മൾ ചെയ്ത അതിന്റെ എക്സാക്ട് ആൻസേഴ്സ് നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു കേസാണ്. അപ്പൊ ഇവിടെ ബൈനറി റെപ്രസെന്റേഷൻ ഓഫ് നമ്പേഴ്സ് എ ആൻഡ് ബി ആർ സബ്ജക്റ്റഡ് ടു bitwise operation in this code. It displays the result of and or XOR ones complement left shift right shift. അപ്പൊ ഇവിടെ എ ആൻഡ് ബി എടുക്കുമ്പോൾ നമുക്ക് എക്സാക്ട് ആൻസർ മുമ്പേ കിട്ടിയത് എന്താ, നമ്മൾ ബൈനറി ഓപ്പറേഷനിൽ പറഞ്ഞ പോലെ തന്നെ ഇത് 12 കിട്ടും. ഇതിന് നമുക്ക് 61 ആണ് കിട്ടുന്നത്. ഇത് 49, ഇത് 61, 240, 15. അത് ആ മുമ്പിലത്തെ വാല്യൂ തന്നെയാണ് നമ്മളിപ്പോ ചെയ്തതിൽ ഇങ്ങോട്ട് ജസ്റ്റ് പറയുന്നത് കണ്ടോ. ഇതാണ് നമുക്ക് കിട്ടുന്ന എക്സാക്ട് വാല്യൂസ് എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് ഇങ്ങനെയായിരിക്കും കേട്ടോ. ഔട്ട്പുട്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, ഇങ്ങനെ ഒരു വാല്യൂസ് ആയിരിക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ള ടൈപ്പ് ഓഫ് ഓപ്പറേറ്റേഴ്സിൽ വരുന്നതാണ് പൈത്തൺ മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. എന്താ ഈ പൈത്തൺ മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്? ആർ യൂസ്ഡ് ടു ഡിറ്റർമൈൻ വെദർ ഓർ നോട്ട് എ സർട്ടൻ വാല്യൂ അക്രോസ് വിത്തിൻ എ സീക്വൻസ്. ഓക്കെ, പൈത്തൺ മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? വെദർ ഓർ നോട്ട് എ സർട്ടൻ വാല്യൂ ഒക്കർ വിത്തിൻ എ സീക്വൻസ്. ഒരു സീക്വൻസിൽ പെർട്ടിക്കുലർ വാല്യൂ ഒക്കർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ന് പറയുന്നത് മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ. ഇപ്പൊ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കിയാലേ ഒരു ലൂപ്പ് കൊടുത്തിട്ട് എക്സാക്ട് വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി പൈത്തൺ മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കും. ഇപ്പൊ നമ്മൾ ഇന്ന് അതുപോലെ they make it simple to determine the membership of the elements of various Python data structure. ലിസ്റ്റ്, ടപ്പിൾ, സെറ്റ്, സ്ട്രിങ്ങുകൾ, ഇതിലൊക്കെ നമുക്ക് ഇതിനകത്ത് മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. എങ്ങനെ ഇത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇന്നും നോട്ടിനും ആണ് യൂസ് ചെയ്യുന്നത്. ഇന്ന് നോട്ടിന് കേട്ടോ.
ഇന്ന് നോട്ട് ഇന്ന്. എന്താണ് ഇതിന്റെ ഉപയോഗം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. അത് ഓൾറെഡി ആ വേരിയബിള് ആ സീക്വൻസിൽ ഉണ്ടോ ഇല്ലയോ എന്ന് എക്സാക്ട് അത് നമ്മൾ നോട്ടിഫൈ ചെയ്തിട്ട് ഉണ്ടെങ്കിൽ ട്രൂ അല്ലെങ്കിൽ നമുക്ക് ഫോൾസ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇപ്പൊ ഓൾറെഡി നമ്മൾ ഇങ്ങനെ കൊടുക്കുക എക്സ് ഇൻ വൈ എന്ന് കൊടുക്കാന്ന് വിചാരിക്കാം. അപ്പോ ഈ വൈ എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയാണെന്ന് വിചാരിച്ചു. 1, 5, 6, 7 ഇങ്ങനെ വരുന്ന വാല്യൂ ആണെങ്കിൽ ഇതിനകത്ത് നമ്മൾ ഇങ്ങനെ ചോദിക്കുവാണെങ്കിൽ എക്സ് ഇൻ വൈ, അതായത് വൈ എക്സ് വൈയിൽ എക്സിസ്റ്റ് ചെയ്യുന്നവയാണോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെയാണ് റിസൾട്ട് ഇൻ 1 ഇഫ് എക്സ് ഈസ് എ മെമ്പർ ഓഫ് സീക്വൻസ് വൈ എന്ന് ചോദിക്കുകയാണ്. എക്സ് ഈസ് എ മെമ്പർ ഓഫ് സീക്വൻസ് വൈ ആണോ എന്ന് നോക്കുവാണ്. ആണെങ്കിൽ അതിനകത്ത് ഇപ്പൊ വൈയുടെ വാല്യൂ വൈ ഞാനിപ്പോ സജസ്റ്റ് ചെയ്യുന്നത് 1 ആണെന്ന് വിചാരിക്കാം. സോറി എക്സ് ഞാൻ എടുക്കുന്നത് 1 ആണെന്ന് വിചാരിക്കാം. അപ്പം എക്സ് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ അല്ലെ വൈയിലെ 1 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും ഇതിനകത്ത് പോയി. അപ്പൊ ഉണ്ടെങ്കിൽ നമുക്ക് ട്രൂ ആയിരിക്കും, ഇല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ ഫോൾസ് ആയിരിക്കും. ഇതേ ഉള്ളൂ. നോട്ട് ഇൻ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് നോട്ട് ഇൻ എന്ന് പറയുന്നത്. ഓക്കെ, നോട്ട് ഇൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ എക്സ് നോട്ട് ഇൻ വൈ ആണെങ്കിൽ ഇവിടെ നോട്ട് ഇൻ റിസൾട്ട് കാണിക്കും, അതായത് ദാറ്റ് ഈസ് 1 എന്നുള്ളതാണ്. നോട്ട് ഇൻ മെമ്പർഷിപ്പ് ആണെങ്കിൽ സീക്വൻസ്, അതായത് എക്സിസ്റ്റ് ഇല്ല എങ്കിലാണ് അവിടെ ട്രൂ കാണിക്കാം, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫോൾസും കാണിക്കും. ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ അല്ലെ? അലിഫ? ഇനി അടുത്തത് നമുക്ക് പൈത്തൺ മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ് എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു ഫ്രൂട്ട്സ് ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആപ്പിള്, ബനാന, ചെറി ഇതൊക്കെ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ലിസ്റ്റുകളാണ്, ലിസ്റ്റ് ഐറ്റമാണ്. ഇനി ഞാൻ പ്രിന്റ് ബനാന ഇൻ ഫ്രൂട്ട്സ് എന്ന് കൊടുത്തേക്കുക. എന്നാ കൊടുത്തേക്കുന്നത്? പ്രിന്റ് ബനാന ഇൻ ഫ്രൂട്ട്സ്. ഇതില് ഈ ബനാന ഈ ഫ്രൂട്ട്സിന്റെ ലിസ്റ്റിൽ ഉണ്ടോ ഇല്ലയോ എന്നാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ദ കോഡ് ഡിഫൈൻ എ ലിസ്റ്റ് ഓഫ് ഫ്രൂട്ട്. അതിനകത്ത് ബനാന അവിടെ അപ്പിയർ ചെയ്തിട്ടുണ്ട്, ദെയർഫോർ ഇറ്റ്സ് ട്രൂ അല്ലെ? അപ്പൊ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും അവിടെ? ദാറ്റ് ഈസ് ട്രൂ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് ഈസ് ട്രൂ ആയിരിക്കും. അപ്പം നോർമലി നമ്മള് എന്താണ് ഈ ഔട്ട്പുട്ട് ട്രൂ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഇതിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ ഇത് പറയാം. ഇപ്പൊ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആയിരിക്കും നമുക്ക്. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കി വെക്കും. ഇനി പൈത്തൺ ഐഡന്റിറ്റി ഓപ്പറേറ്റേഴ്സ്. എന്താ ഈ ഐഡന്റിറ്റി ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്? കമ്പയർ ടു ഒബ്ജക്ട്സ് ആണ് കേട്ടോ. കമ്പയർ ടു ഒബ്ജക്ട്സ് മെമ്മറി അഡ്രസ് റാദർ ദാൻ ദിയർ വാല്യൂസ്. കമ്പയർ മെമ്മറി അഡ്രസ് റാദർ ദാൻ ദിയർ വാല്യൂസ്. ഇപ്പൊ നമ്മൾ 2 ഒബ്ജക്ട്സുകളെ റെഫർ ചെയ്യാണ്, സെയിം മെമ്മറി അഡ്രസ്സിലുള്ള 2 ഒബ്ജക്ട്സുകളെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ ഒന്ന് അത് ട്രൂ ആവാം, അല്ലെങ്കിൽ അത് ഫോൾസ് ആവാം. ഒന്നെങ്കിൽ അത് ട്രൂ ആകാം, അല്ലെങ്കിൽ അത് ഫോൾസ് ആവാം. ഓക്കെ, അപ്പൊ ഒന്നെങ്കിൽ അത് ട്രൂ ആകാം, അല്ലെങ്കിൽ അത് ഫോൾസ് ആവാം. അപ്പൊ ഇവിടെ നോർമലി പൈത്തൺ ഇൻക്ലൂഡ് 2 ഐഡന്റിറ്റി ഓപ്പറേറ്റേഴ്സ് ആണ് ഇതിനകത്തുള്ളത്. ഫസ്റ്റ് ഈസ് അല്ലെങ്കിൽ നോട്ടീസ് എന്ന് പറയുന്നതാണ്. ഈസ് അല്ലെങ്കിൽ നോട്ടീസ് ആണ്. ഈസും അല്ലെങ്കിൽ നോട്ടീസും ആണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നോർമൽ കേസിൽ ഈസ് അല്ലെങ്കിൽ നോട്ടീസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈസിനകത്ത് നമുക്ക് ഈസ് ഇത് കണ്ടോ, ഈസ്, പിന്നെ ഉള്ളത് നോട്ടീസ് ആണ്. ഓക്കെ, ഈസും നോട്ടീസും ആണ്. Evaluate the true if the variable in either side of the operator pointed to same object and false otherwise. Okay, for x is y ആണെങ്കിൽ the result in 1 if id of x equal to id of y. id of x എങ്ങനെയായിരിക്കും? equal to id of y ആയിരിക്കും. id of x equal to id of y എന്ന് നമുക്ക് പറയാം. ഓക്കെ, സെക്കൻഡ് ഈസ് നോട്ട്. ഈസ് നോട്ട് എന്ന് പറയുന്നത് സെയിം കേസ് ആണ്. ഈസ് നോട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതുപോലെ തന്നെയാണ്. ഇവാലുവേറ്റ് ടു ഫോൾസ് ഇഫ് ദ വേരിയബിൾസ് ഓൺ ഐദർ സൈഡ് ഓഫ് ദ ഓപ്പറേറ്റർ പ്രിന്റ് ടു ദ സെയിം ഒബ്ജക്റ്റ് ആൻഡ് ട്രൂ അതർവൈസ്. ഇതിൽ നമ്മൾ നോർമൽ കേസിൽ നമ്മൾ എക്സ് ഇസ് നോട്ട് വൈ, ഇത് ഒന്നാമത്തെ കേസ് എക്സ് ഇസ് നോട്ട് വൈ, there are no results in 1 if id of x is not equal to id of y. ഇവിടെ നമ്മൾ നോട്ടീസും ഈസും നോട്ടീസും ആണ് യൂസ് ചെയ്യുന്നത്. ഈസും നോട്ടീസും ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഈസ് നോട്ടീസിലും നമ്മൾ എന്താണ് സെയിം കേസ് തന്നെ. ഇവാലുവേറ്റ് ദ ഫോൾസ് ഇഫ് വേരിയബിൾസ് ഓൺ ഐദർ സൈഡ് ഓഫ് ദ എന്ന് പറയുന്നത് നമുക്ക് ഓപ്പറേറ്റർ ടു പ്രിന്റ് സെയിം ഓപ്പറേറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ
നമ്മൾ ഓപ്പറേറ്ററും അതിന്റെ ഡിസ്ക്രിപ്ഷൻ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ട്രൂ, എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ എങ്ങനെയായിരിക്കും വൈ. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ? യെസ് മിസ്. ഓക്കെ, അപ്പൊ ഇത്രയും കൊണ്ട് നമുക്കെന്നാ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, എക്സാമിനോട് പറയാം മിസ്. ഓക്കെ. ഇതില് ഇത്രയേ ഉള്ളൂ. എക്സ് ഈക്വൽ ടു 5, വൈ ഈക്വൽ ടു 10, ഇസഡ് ഈക്വൽ ടു പൈ എന്ന് കൊടുത്തു. ഇപ്പൊ എക്സ് ഈസ് വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് ഓൾറെഡി ദാറ്റ് ഈസ് എക്സിസ്റ്റിംഗ് വൈ എന്നാണ്. സെയിം ആണെങ്കിൽ നമുക്ക് ഇത് ട്രൂ അല്ലെങ്കിൽ നോട്ട് ട്രൂ. അപ്പം ഇവിടെ പ്രിന്റ് എക്സ് ഈസ് വൈ, പ്രിന്റ് എക്സ് ഈസ് ഇസഡ്, ഇസഡ് ഈസ് വൈ, വൈ ഈസ് ഇസഡ്. ഇതില് എക്സ് 5ഉം വൈയുടെ വാല്യൂ 10ഉം ആണ്. വൈയുടെ വാല്യൂ ആണ് ഇസഡിലേക്ക് കൊടുത്തിരിക്കുന്നത്. വൈയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 10 ആണ്. ആ 10 ആണ് ഇസഡിലേക്ക് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോ 10 ഈക്വൽ ടു 10 എന്ന് വരും. അത് ഇസഡിന് മാത്രം ദാറ്റ് ഈസ് ഈക്വൽ ടു ആയിരിക്കും, ബാക്കിയെല്ലാം നമ്മൾ നോട്ട് ഈസ് ആയിരിക്കും. അത്രേ ഉള്ളൂ. ഓക്കെ, ഓക്കെ മിസ്.